ഹലോ മക്കളെ, അപ്പോൾ മിസ്സിൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പോൾ എഴുതിയെത്തി, ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് ഹയർ സെക്കൻഡറി എത്തി, വലിയ ആൾക്കാരായില്ലേ. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞു, +1 എത്തി. അപ്പം എല്ലാവരും പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ട്, ഇവൻ മിസ്സ് പോലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് 10ാം ക്ലാസ്സിൽ പഠിച്ച അത്ര ചാപ്റ്റേഴ്സ് അല്ല, അതിലും കൂടുതലുണ്ട്. ആൻഡ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഇതൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ. അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് നമ്മളുടെ 10ാം ക്ലാസ്സിലെ പോലെ തന്നെയാണോ, കുറേ പിക്ചേഴ്സും കുറേ ടേബിൾസും അങ്ങനെയൊക്കെയാണോ എന്ന് കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട. ഓക്കെ, എല്ലാം തന്നെ നമ്മൾ സിമ്പിളാക്കി തരുന്നതായിരിക്കും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ മലയാളം മീഡിയത്തിൽ പഠിച്ച മക്കൾക്കാണെങ്കിൽ ആ ടെൻഷൻ ഇച്ചിരി കൂടും. ആൻഡ് ആ ഒരു ടെൻഷനും നിങ്ങളുടെ ആ ഒരു നെഞ്ചെടുപ്പും എല്ലാം മിസ്സിന് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. കാരണം മിസ്സ് നിങ്ങളെപ്പോലെ മലയാളം മീഡിയത്തിൽ തന്നെ പഠിച്ച് +1 +2 എത്തിയപ്പം ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്സും ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സും ഒക്കെ കേട്ട് ഇങ്ങനെ പേടിച്ചിരുന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഒരു കാരണവശാലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങളെല്ലാവരും ഉറപ്പുവരുത്തും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് സിലബസിൽ എന്തായാലും മാറ്റം ഉണ്ടല്ലേ. നിങ്ങളുടെ +1 ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്കാണിത്. ഓക്കെ, നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ +1 ബയോളജി ടെക്സ്റ്റ് ബുക്കിൻ്റെ പിക്ചറാണ് മിസ് ഇവിടെ വെച്ചത്. ഓക്കെ, ആൻഡ് ഈ +1 ബയോളജി ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. PDF NCERTയുടെ സൈറ്റിൽ നിന്ന് എൻ്റെ മക്കൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ examwinner.com, നമ്മളുടെ എക്സാമിനറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്, അവിടെയും എൻ്റെ മക്കൾക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. examwinner.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയും എൻ്റെ മക്കൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അറിയാം, പണ്ട് നമുക്ക് 22 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു +1 ബയോളജിയിൽ. പക്ഷേ ഇപ്പോൾ എൻ്റെ കുട്ടികളുടെ ഭാഗ്യം കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ NCERT എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 3 ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ എൻ്റെ മക്കൾക്ക് 19 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. നമ്മളെ ബയോളജിയിൽ എൻ്റെ മക്കൾക്ക് 19 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ ചാപ്റ്റേഴ്സും എനിക്കറിയാം പല ആൾക്കാർക്ക് ചിലപ്പോൾ ചില മക്കൾക്ക് എന്തായിരിക്കും, ഈസി ആയിരിക്കും, ചില മക്കൾക്ക് പഠിക്കുമ്പോൾ കുറച്ച് ടഫായിരിക്കും, അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ഒരു ട്രാക്കിൽ കയറിയെടുത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഈ എല്ലാ ബുദ്ധിമുട്ടും തന്നെ ഞങ്ങൾ ക്ലിയർ ആക്കി തരും. എക്സാമിനർ എൻ്റെ മക്കളുടെ കൂടെ ഉണ്ട്. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കും ഉണ്ടെന്ന് മിസ്സിന് അറിയാം. ഓക്കെ, അപ്പോൾ ആ ഒരു പവർ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ, ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ എക്സാമിനറുടെ മക്കൾ ആ ഒരു പവർ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ കോൺഫിഡൻസോടെ തന്നെ ഇരിക്കുക, ഒരു ടെൻഷനും വേണ്ട, ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് +1 പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറിൻ്റെ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകൾ കാണാം. അതല്ല, കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട്, കുറച്ചുകൂടി കറക്റ്റായിട്ട് ടൈംഡായിട്ട്. ഇപ്പോൾ പല ആൾക്കാർക്കും പ്രശ്നം എന്താ, ഇങ്ങനെ ടൈം ടേബിളും ഷെഡ്യൂളും ഒന്നും തന്നിട്ടില്ലെങ്കിൽ പല മക്കളും മതി പഠിച്ചത് ആ ഒരു മൂഡായിപ്പോൾ. ഇപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ച്, നമ്മളുടെ അഗ്നി ബാച്ചിൽ +1 അഗ്നി ബാച്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഷെഡ്യൂൾഡായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാകും, ആൻഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. എല്ലാ നോട്ട്സും, ഞങ്ങൾ എഴുതുന്ന നോട്ട്സ് ആണെങ്കിലും എല്ലാം എൻ്റെ മക്കൾക്ക് കിട്ടും. ഓക്കെ, അതല്ലാതെയുള്ള നമ്മളുടെ എക്സാമിനറിൻ്റെ ബുക്ക് സെറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നമ്മൾ അഗ്നി ബാച്ചിൽ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ആൻഡ് നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, 7592092021 മെസ്സേജ് ചെയ്താൽ മതി, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. മെയ് 7th നമ്മളുടെ ഫസ്റ്റ് ബാച്ച് തുടങ്ങും, അതായത് നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളുടെ എന്താണ് ഈ +1 ബയോളജിയിൽ പഠിക്കാനിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്കുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മളുടെ ഈ ഒരു +1 ബയോളജീനെ നമ്മൾ 5 യൂണിറ്റ് ആക്കിയിട്ടുണ്ട്. 5 യൂണിറ്റുകളായിട്ട് നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ നമ്മളുടെ 1ാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ഡൈവേഴ്സിറ്റി ഇൻ ദി ലിവിങ് വേൾഡ്. ഓക്കെ, ഡൈവേഴ്സിറ്റി ഇൻ ദി ലിവിങ് വേൾഡ്. അപ്പോൾ ഇതിനകത്ത് 4 ചാപ്റ്റേഴ്സാണ്. ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്. ഈ ഒരു ലിവിങ് വേൾഡ് എന്ന് പറയുന്ന കുഞ്ഞു ചാപ്റ്ററിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കുകയല്ലേ, നമ്മളുടെ +1 ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ അല്ലേ. അപ്പോൾ അത് തന്നെ എൻ്റെ മക്കളെ പേടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് കുഞ്ഞു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് നമ്മളുടെ ഭൂമിയിലുള്ള ഈ സാധനങ്ങളെല്ലാം ഇത്രയും ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ ഇതിനെയൊക്കെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്ത് വെച്ചത്. ഇപ്പോൾ ആനേനെ കാണുമ്പോൾ നമുക്ക് ആനയാണെന്ന് തിരിച്ചറിയാൻ അവരൊരു ഗ്രൂപ്പിൽ പെടുത്തി അല്ലേ, ആ ഗ്രൂപ്പിംഗ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഈ ലിവിങ് വേൾഡിൽ. ഓക്കെ, നമ്മളുടെ ഭൂമിയിലുള്ള ആൾക്കാരെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇനി 2ാമത്തെ ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. പേര് പോലെ തന്നെ നമുക്കറിയാം ഓരോരുത്തരെ. ഇപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യാറുണ്ട്, നിങ്ങളുടെ ഡ്രസ്സുകൾ അല്ലേ, നിങ്ങളുടെ അലമാരയിൽ ഡ്രസ്സ് ഉണ്ടെങ്കിൽ യൂണിഫോം, വീട്ടിലിടുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ കാഷ്വൽ വെയർ, പിന്നെ പാർട്ടിക്കൊക്കെ പോകുന്ന ഡ്രസ്സ്, അങ്ങനെ തരംതിരിച്ച് വെച്ചിട്ടുണ്ടാവും.
പല ക്രൈറ്റീരിയയുടെ ബേസിൽ. അപ്പോൾ അതേപോലെ നമ്മുടെ ചുറ്റുമുള്ള ഓർഗാനിസംസിനെ, നമ്മുടെ ചുറ്റുമുള്ള ജീവികളെ എങ്ങനെയാണ് തരംതിരിച്ചത്, എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്തത്, എന്തിൻ്റെ ബേസിലാണ് ഇവരിങ്ങനെ ഗ്രൂപ്പ് ചെയ്തത്? കുറേ ബാക്ടീരിയ ഉണ്ട്, കുറേ നമ്മളുടെ ഫംഗസ് ഉണ്ട്, കുറേ നമ്മളുടെ പ്ലാന്റ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്. ഇങ്ങനെ ഇവരെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാനുള്ള കാരണം എന്താണ്, ആ ക്രൈറ്റീരിയ, അതൊക്കെയാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. പിന്നെ ഈ ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറയുന്ന ഒരു ഗ്രൂപ്പാണ് പ്ലാന്റ്സും ആനിമൽസും. അപ്പോൾ അവരെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ കുറേ പ്ലാന്റ്സും കുറേ ആനിമൽസും ഉണ്ടല്ലേ. അപ്പോൾ അവരെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് കിങ്ഡം ആൻഡ് അതുപോലെ തന്നെ അനിമൽ കിങ്ഡം, വളരെ രസമായിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ്. ഈ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കും. ഇത്രയേ ഉള്ളൂ നമ്മളുടെ 1ാമത്തെ യൂണിറ്റ്. ഇനി നമ്മൾ 2ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പം അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, പ്ലാന്റ്സിലും അനിമൽസിലും എന്താണ് അവരുടെ ഉള്ളിൽ. നമ്മൾ പറയില്ലേ ചില ആൾക്കാരുടെ ഉള്ളു മനസ്സിലാക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ നമുക്ക് നമ്മളുടെ പ്ലാന്റ്സിൻ്റെ അനിമൽസിൻ്റെയൊക്കെ ഉള്ളു മനസ്സിലാക്കാം. ഓക്കെ, അവരെ പുറമേ കാണാൻ. ഇപ്പോൾ ഒരു ഫ്ലവർ എടുക്കുകയാണെങ്കിൽ ആ ഫ്ലവറിൽ എന്തുണ്ടാവും, വേരുണ്ടാകും, സ്റ്റെം ഉണ്ടാകും, ലീഫ് ഉണ്ടാകും അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ഫ്രൂട്ട് നോക്കിയാൽ അങ്ങനത്തെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ, പൂക്കളുടെ എക്സ്റ്റേണൽ പുറമേ അവരെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മളുടെ മോർഫോളജി എന്ന് പറഞ്ഞാൽ. പുറമേ മോർഫോളജി എന്ന് പറഞ്ഞാൽ പുറമേ എന്തൊക്കെ കാണാൻ പറ്റും. ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു ചെടീനെ നോക്കിയിട്ട് ഇത് റൂട്ടാണ്, ഇത് സ്റ്റെമ്മാണ്, ഇത് ലീഫാണ് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇത് കുറച്ചുകൂടി ഡെപ്തിലുണ്ട്. അതൊക്കെയാണ് നമുക്കിവിടെ. ഇനി അനാട്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ, ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സ് പഠിക്കുന്നതാണ്. ഒരു ലീഫിനെ അങ്ങോട്ട് മുറിച്ച് നോക്കുക, അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്. ഒരു സ്റ്റെമ്മിനെ അങ്ങോട്ട് മുറിച്ച് നോക്കുക, അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്. ഒരു റൂട്ടിനെ അങ്ങോട്ട് മുറിച്ച് നോക്കുക, അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്. അങ്ങനെ ഉള്ളിലൂടെ നോക്കുന്നതാണ് നമ്മളുടെ അനാട്ടമി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്. അത് കഴിഞ്ഞ് നമുക്ക് ആനിമൽസിനെ നോക്കണം അല്ലേ. അപ്പോൾ ആനിമൽസിൻ്റെ ഉള്ളിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചാപ്റ്റർ കുറച്ചുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് ഈ വർഷത്തേക്ക് NCERT എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പറയുകയാണെങ്കിൽ ഒരു മേജർ പോർഷൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പണ്ട് നമ്മളുടെ എന്താ പറയുക, മണ്ണിര, കോക്രോച്ച്, നമ്മളുടെ അരപ്പാറ്റ, അതുപോലെ തന്നെ ഫ്രോഗ്, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഈ തവണ എൻ്റെ മക്കൾക്ക് ഇവിടെ ഫ്രോഗിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ഫ്രോഗിനെ കുറിച്ച്, നമ്മുടെ തവളേനെ പുറമേ കാണാൻ എങ്ങനെയാണ്, തവളയുടെ ഉള്ളിൽ എന്താണ്, അതൊക്കെയാണ് ഇപ്പോൾ പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ 3ാമത്തെ യൂണിറ്റാണ് സെല്ലിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. അപ്പോൾ നമുക്കറിയാം സെല്ലെന്ന് പറഞ്ഞാൽ എന്താ, കോശം. അപ്പോൾ ഒരു സെല്ലല്ലെങ്കിൽ കോശമാണ് നമ്മളുടെ ലൈഫിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ബേസിക് യൂണിറ്റ്, ഒരു സെല്ലെടുത്ത് കഴിഞ്ഞാൽ, ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ, ഇതെൻ്റെ മക്കൾ കുഞ്ഞിലേ പഠിച്ചിട്ടുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു സെല്ലിൻ്റെ അകത്ത് എന്തുണ്ടാവും, ന്യൂക്ലിയസ്, മർമ്മം ഉണ്ടാകും, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ടാകും, പിന്നെ ഗോൾഗി ബോഡീസ് ഉണ്ടാകും, മൈറ്റോകോൺട്രി ഉണ്ടാകും അല്ലേ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാ, കുറച്ചുകൂടി കൂടുതലേ ഉള്ളൂ. അതും അതിൻ്റെ ഫങ്ഷൻസും. അതാണ് നമ്മളുടെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ പഠിക്കാനുള്ളത്. പിന്നെ എൻ്റെ മക്കൾ പഠിക്കാത്തൊരു കാര്യം, ചിലപ്പോൾ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാകും, ബയോമോളിക്യൂൾസ്. അപ്പോൾ ഓരോ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ എന്താണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ രസമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നുള്ളതാണ്. എല്ലാവരും പൊതുവേ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. പക്ഷേ ഈ ചാപ്റ്റർ നല്ല അടിപൊളിയാക്കി സിമ്പിളാക്കി എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, ആൻഡ് ബയോമോളിക്യൂൾസിന് കുറച്ച് കെമിക്കൽസിൻ്റെ ഒക്കെ സ്ട്രക്ചറാണ്. അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ അമിനോ ആസിഡ് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒരു COH ഉണ്ടാകും, പിന്നെ ഇവിടെ ഒരു NH2 ഉണ്ടാകും അല്ലേ, പിന്നെ ഇവിടെ ഒരു R ഗ്രൂപ്പ് ഉണ്ടാകും, പിന്നെ ഇവിടെ ഒരു H ഉണ്ടാകും. ഇങ്ങനെയൊക്കെ കെമിക്കൽ സ്ട്രക്ചേഴ്സ് ഇല്ലേ, നിങ്ങളെ കെമിസ്ട്രി, കുറച്ച് കെമിസ്ട്രി ഇതിനകത്ത് കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഇത് എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ 9ാം ക്ലാസ്സിൻ്റെ ചാപ്റ്ററിൽ. 9ാം ക്ലാസ്സിലെ അവസാനത്തെ ചാപ്റ്റർ ഓർക്കുന്നുണ്ടോ? നമ്മളുടെ വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും, ഡിവിഷൻ ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് ഡിവിഷൻസ് ഒക്കെ പഠിച്ചു അല്ലേ. മൈറ്റോസിസ്, ക്രമഭംഗം, അല്ലെങ്കിൽ മിയോസിസ്, ഊനഭംഗം, എങ്ങനെയാണ് പ്ലാന്റ്സ് ഡിവൈഡ് ചെയ്യുന്നത്, അവർക്കൊരു ഇൻ്റർഫേസ് ഉണ്ട്, കുറച്ച് ഒരു ഡിവിഷൻ ഫേസ് ഉണ്ട്. എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മ വരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ മക്കൾക്ക് ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് പഠിക്കാം. അതാണ് നമ്മളുടെ ഈ ചാപ്റ്ററിൽ. പിന്നെ അടുത്ത 4ാമത്തെ യൂണിറ്റാണ് പ്ലാന്റ് ഫിസിയോളജി. പ്ലാന്റ് ഫിസിയോളജിയിൽ ആദ്യം 5 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇവിടുന്ന് 2 ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ യൂണിറ്റിലാകെ 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഒന്ന് നമ്മളുടെ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഇത് എൻ്റെ മക്കൾ 9ാം ക്ലാസ്സിൽ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്.
അല്ലേ? ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്, ഇരുണ്ട ഘട്ടം, പ്രകാശഘട്ടം ഒക്കെ ഓർക്കുന്നുണ്ടോ? ഗ്രാന, സ്ട്രോമ, അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, ഇനി അടുത്തതാണ് റെസ്പിറേഷൻ. ഇതും എൻ്റെ മക്കൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളെ പ്ലാന്റ്സിൽ എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്, ഗ്ലൈക്കോലൈസിസ് അല്ലേ, അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷേ കുറച്ച് സൈക്കിൾസ് ഒക്കെ ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ അതൊന്നും പേടിക്കേണ്ട, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി നമ്മളുടെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇവിടെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ നമ്മളുടെ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസിൽ ലാസ്റ്റായിട്ട് കുറച്ച് പ്ലാന്റ് ഹോർമോൺസ് പഠിച്ചില്ലേ? ഒരു 5 പ്ലാന്റ് ഹോർമോൺസ് ഓർമ്മിക്കുന്നില്ലേ മക്കളെ? നമ്മൾ എത്തിലീൻ, സൈറ്റോകൈനിൻ, നമ്മളുടെ ജിബെർലിൻ, അതുപോലെ തന്നെ ഓക്സിൻ, എബ്സിസിക് ആസിഡ്, ആ 5 പ്ലാന്റ് ഹോർമോൺസും അവരുടെ കുറച്ചധികം ഫങ്ഷൻസും, അത്രയേ ഉള്ളൂ. അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ. ഇനി ഹ്യൂമൻ ഫിസിയോളജി എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് എൻ്റെ മക്കൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുന്ന് ഒരു ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തു, ഡൈജഷൻ, ദഹനം എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, നമ്മളുടെ റെസ്പിറേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, നമ്മളുടെ ഹാർട്ടിൻ്റെ ചാപ്റ്റർ, എങ്ങനെയാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, ബ്ലഡിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്. ഓക്കെ, ആൻഡ് നമ്മളുടെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദിയർ എലിമിനേഷൻ, നമ്മളുടെ കിഡ്നി എക്സ്ക്രീഷനെ കുറിച്ച് പഠിക്കുന്നത്, നമ്മളുടെ വേസ്റ്റൊക്കെ എങ്ങനെയാണ് നമ്മളുടെ വൃക്കകൾ അതിനെ കളയുന്നത്, അതാണ് പഠിക്കുന്നത്. ഇനി ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്, ഇത് നിങ്ങൾ കുറച്ചൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ ബോഡിയിൽ 9ാം ക്ലാസ്സിൽ എത്ര ബോൺസ് ഉണ്ട്, ആ ബോൺസ് ഏതൊക്കെയാണ്, ജോയിൻസ് ഏതൊക്കെയാണ് ഓർക്കുന്നില്ലേ മക്കളെ? ജോയിൻസ് നമ്മൾ കീലസന്ധി, പിവറ്റ് ജോയിൻറ്റ്, ഗ്ലൈഡിങ് ജോയിൻറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളില്ലേ, അതിൻ്റെ കുറച്ചധികം കണ്ടിന്യൂഷനാണ്. പിന്നെ നമ്മളുടെ ബ്രെയിൻ, എൻ്റെ മക്കൾ 9ാം ക്ലാസ്സിലല്ല 10ാം ക്ലാസ്സിലെ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു അല്ലേ, നമ്മുടെ ന്യൂറോൺസ്. നമ്മൾ അടിപൊളിയായിട്ട് കുറേ പഠിച്ചിട്ടുള്ളൊരു ചാപ്റ്ററാണ് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. ഈ ചാപ്റ്റർ നമ്മളുടെ ന്യൂറോൺസ് ഉണ്ട് ഇവിടെ വീണ്ടും. ഇതൊക്കെ എൻ്റെ മക്കൾ ഈ ചാപ്റ്റർ ആകുമ്പോഴേക്കും ഇങ്ങനെ വേഗം പറയുന്ന നിങ്ങളുടെ ആ ഒരു മുഖവും നിങ്ങളുടെ എക്സ്പ്രഷനും നിങ്ങളുടെ റിയാക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം ബ്രെയിനും ന്യൂറോൺസും തന്നെയുള്ളൂ ഇവിടെ, പക്ഷെ കുറച്ചുകൂടി അധികമുണ്ട്. ദെൻ നമ്മളുടെ കെമിക്കൽ കൺട്രോൾ ആൻഡ് ഇൻ്റഗ്രേഷൻ, ഇത് എൻ്റെ മക്കൾ പഠിച്ചതാ 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ. അതിനകത്ത് കുറച്ച് ഹോർമോൺസ് ഉണ്ട്, ഇവിടെ കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ മക്കൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ആയിട്ട് പഠിച്ചതിൻ്റെയൊക്കെ കുറച്ചധികം ഡെപ്തിൽ കുറച്ചുകൂടെ അധികം പഠിക്കാനുണ്ട്. കാരണം നിങ്ങളെ ലെവൽ മാറുകയാണല്ലേ, നിങ്ങളിനിപ്പോൾ നീറ്റ് എക്സാമും പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം പഠിക്കാനുണ്ട്. പക്ഷേ ആ ടെൻഷൻസ് ഒന്നും വേണ്ട. 10ാം ക്ലാസ്സിൽ ഓരോ ചാപ്റ്റേഴ്സ് ഒരു 4-5 പേജ് ആണെങ്കിൽ ഇവിടുത്തത് കുറച്ച് വലിയ ടെക്സ്റ്റ് ബുക്കാണ്. ആ ടെക്സ്റ്റ് ബുക്കിൽ നിറയെ കാര്യങ്ങളുണ്ടാവും, കുറച്ച് അധികം ഉണ്ടാവും. പക്ഷേ ടെൻഷൻ ഒന്നും വേണ്ട, എല്ലാം തന്നെ നല്ല സൂപ്പർ ഈസി ആക്കിയിട്ട് തരും നമ്മൾ. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് ഒരു ടെൻഷനൊന്നും വേണ്ട. ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ബയോളജിയുടെ കാര്യത്തിൽ ഒരു ഐഡിയ ചെയ്ത് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. നമ്മൾ May 7th നമ്മൾ അഗ്നി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസ് കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് മക്കളെ. നമ്മളിനി അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ ഈ വർഷം പഠിക്കും, ഫുൾ മാർക്ക് തന്നെ നമ്മൾ വാങ്ങിക്കും. ഓക്കെ.